ഒരു വട്ടം കൂടി എന്നോർമകൾ കൊയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തു. കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്നറിയാം, എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കാണുക. കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണൂ കേട്ടോ. ഇത് മോളുടെ കല്യാണത്തിന് അന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. 2025 മോളുടെ കല്യാണത്തിന് എടുത്തൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ അനുജനാണിത്, അതായത് മലപ്പുറത്താണ് ഇവർ വീട്ടിലേക്ക് വന്നു മോളെ കല്യാണത്തിന് കൂടി. ഇവർ മാത്രമല്ല കേട്ടോ, 2-3 പേര് വേറെയും കൂടി ഉണ്ട്. അപ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവനെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാ. പാവോ, പക്ഷേ ഓൻ അനങ്ങാതെ ഇരുന്നിട്ടോ. എനിക്ക് എങ്ങനെയും ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് നേതാവണം. എന്നിട്ട് വേണം എന്റെ കാറിന്റെ ഫ്രണ്ടിൽ മ്ലാ എന്ന് എഴുതി വെച്ച് എനിക്ക് യാത്ര ചെയ്യാൻ. നേതാവ് ഉദ്ദേശിച്ചത് MLA എന്നാണോ? നീ നേതാവോടി? എന്തുവാ എന്തുവാ നിങ്ങൾക്ക് അത്ര പുച്ഛ? എന്തുവാ നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും ഉണ്ടല്ലോ, വെറും മണുകോണാഞ്ചമാരാ. അങ്ങനെ പറഞ്ഞത്? എടി, നമ്മുടെ പഞ്ചായത്തിൽ കല്യാണം കഴിയാത്ത 2 പെൺകുട്ടികൾക്ക് ഞാനാ ജീവിതം കൊടുത്തേ. നാട്ടുകാര് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് വേറെ ഭാര്യയും പിള്ളേരും. അതല്ല, അവർക്ക് കല്യാണം നടത്തി കൊടുത്ത ഞാനെന്ന് ഉദ്ദേശിച്ചേ. അല്ലെങ്കിലും എനിക്ക് നിങ്ങൾ അത്ര വിശ്വാസമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പോൾ തുണിയെല്ലാം കൂടെ കെട്ടിപ്പിറക്കിക്കൊണ്ട് പോവുക, പദയാത്രയാന്നും പറഞ്ഞോണ്ട്. അതെ, പാർട്ടിയുടെ പദയാത്ര ഉണ്ടായിരുന്നു. അതെ, അത് നിങ്ങളുടെ കൂടെ വന്ന മറ്റ് അണിമാർക്ക്. നിങ്ങൾക്കത് വിനോദയാത്രയായിരുന്നു. പാർട്ടിയിലുള്ള പേര് മൊയ്തു PP. ഇവിടെ ഈ ഭാഗത്ത് ഞാനേ ഉള്ളൂ മൊയ്തുവായിട്ട്. വൈവാഹിക അവസ്ഥ എന്താണ്? വൈവാഹിക അവസ്ഥ വൈവാഹികോ? നിങ്ങളോടായോണ്ട് പറയാലോ, പക്ക അറ്റ മോശ. ഓളൊരു ബഡ്കെട്ട സ്വഭാവ പെണ്ണുങ്ങൾക്കേ. വൈവാഹിക അവസ്ഥ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഭാര്യ ഉണ്ടോ അതോ കല്യാണം കഴിച്ചിട്ടില്ലേ? ഭാര്യയൊക്കെ ഉണ്ട്. എന്താ മോതിരോട് തെളിച്ചില്ലല്ലോ? ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ തെളിച്ചില്ലാത്ത. മതം ജാതി? ഇസ്ലാമാണ്. മുസൽമാൻ. ഇസ്ലാം. ക്വാളിഫിക്കേഷൻ? വിദ്യാഭ്യാസ യോഗ്യത? അത് പിന്നെ 4ാം ക്ലാസ് തോറ്റതാ. സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ? പോയിക്കണ്, ഉപ്മാവൊക്കെ തിന്നിക്കണ്. അങ്ങനെ അല്ല, വല്ലാണ്ട് കട്ടിയിലൊന്നും എഴുതണ്ടായി. അങ്ങനെ നോട്ടായി. ഷബീദ്. സബിത. സബീദ്. എന്താ പട്ടി? എന്താ പട്ടീന്നോ? എന്താ പട്ടീന്നല്ലേ കാക്ക, എന്താ പറ്റിയെന്ന്? വയറ്റില് ഭയങ്കര വേദന. പണിയുണ്ടാ? പണി ഇപ്പൊ വളരെ കുറവ്, എല്ലായിടത്തും ഇന്ത്യക്കാറല്ലേ. പണിയല്ല, പനിയുണ്ടാവും. പനിയുണ്ടാ? ഉണ്ട്. ഇവിടെ പേനുണ്ടാ? പേന് തലയല്ലേ, വയറ്റിലുണ്ടാവും. പേനല്ല, പെയിന്, വേദന. വേദന ഉണ്ടാ? ശോധന മഞ്ഞ കളറിൽ പോണുണ്ടാ? ശോഭന ഇന്നലെ നീലക്കള്ള ചുരിദാറിട്ടാണ്. ഇന്നെന്താ എനിക്കറിയാം, നീ കണ്ടിനാ? ഞാൻ കണ്ടിട്ടില്ല. ലൂസ് മോഷൻ ഉണ്ടാ? മഞ്ഞ കളറില്, യെല്ലോ കളറില് തൂറ്റില് ലൂസ് ഉണ്ട്. നല്ല വളിയുണ്ടാ? പരിപ്പും വയറും കൂട്ടി കുറേശ്ശെ പണി പോകും. അതല്ലപ്പാ, സ്മോക്ക് ഉണ്ടാ? പൂച്ചയല്ലടാ, നല്ല ഒന്നാന്തരം ഒരു പട്ടി ഉണ്ടായിരുന്നു, ഒരു ആമ്പട്ടി, ഉദയനെന്ന് പേരുള്ള. അന്നം പുന്നാരം ഞാൻ വളർത്തിയ ആ പട്ടി ഇന്നലെ കണ്ട ഒരു പെമ്പട്ടി ഒരു എല്ലും കഷ്ണം ഇട്ട് ആട്ടി കാണിച്ചപ്പോ ആ പുറകെ വാലാട്ടി പോയി. നന്ദിയില്ലാത്ത പട്ടി. എന്നിട്ട് ഇപ്പൊ വന്നിരിക്കണ ആ പെമ്പട്ടീനും കൂട്ടി എന്റെ മുന്നിൽ വന്നു കരയാൻ. കണ്ട കുരക്കണേണ്ട, മകനെ കണ്ടപ്പോ കുരക്കണേണ്ട, വിഷമം കൊണ്ടാണ്. ഞാൻ അമ്പലത്തിലെ മാധുവല്ലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് പറ. എന്താ ഇങ്ങോട്ട് വന്നത്? അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്ത് കാര്യത്തിന്? ഞാൻ ഇടയ്ക്ക് അമ്മേനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഇവളെന്നെ വിടണില്ല. ഞാൻ വിടാഞ്ഞിട്ടല്ല, ചേട്ടനാണ് എന്നെ വിടാഞ്ഞത്. ശരിക്കും പറഞ്ഞ ഇവളെന്നെ വിടാത്തോണ്ടിട്ടാണ് അമ്മ ഞാൻ വരാത്തത്. അല്ലമ്മ, എനിക്ക് വന്നൊന്നുണ്ടായി, ചേട്ടൻ വിടാത്തോണ്ടാ. രണ്ടുപേരും നല്ല വിടലാണല്ലോ. ഇവളെപ്പോഴും എന്നോട് പറയും എനിക്ക് അമ്മയുടെ സ്വഭാവമാണെന്ന്. എന്തോന്നു? വായിട്ട് തന്നോടേ പറയുള്ളൂ, ഇപ്പൊ പറഞ്ഞ പോലെ.
അമ്മക്ക്